എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. മദ്യം വേണോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് മതി എന്നുള്ള ആക്ഷനും. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല തനിക്കും നന്നായി ചിരിക്കാൻ അറിയാമെന്ന് പിണറായി വിജയൻ തെളിയിക്കുന്നു. സംശയമുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു ചിരി അദ്ദേഹം ചിരിച്ചിരുന്നെങ്കിൽ കനത്ത തോൽവി ഒഴിവാക്കാമായിരുന്നു. രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള മാസ് എൻട്രിയാണ് സോഷ്യൽ മീഡിയയിൽ കത്തിക്കുന്നത്. അതാരാണ് അതിൻ്റെ നടുക്കൂട്ട പോകുന്നത്? എന്തെല്ലാം കാണണം. എൻജാതി എഡിറ്റിംഗ് ആണ്. അടുത്തത് മുഖ്യമന്ത്രി താഴെ ഇറക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മുടെ ചെന്നിത്തലയ്ക്ക് ഇതൊന്നും പിടിച്ചിട്ടില്ല. അതിന് അദ്ദേഹത്തിന്റെ മറുപടി. കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പോ മറ്റവളെ കെട്ടാൻ പോകുന്നു. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിനും മുമ്പുള്ള നാടകം. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കണ്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനാര് എണ്ണൻ പിള്ളേ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. പക്ഷേ ആ ഐഡിയ ഫലം കണ്ടില്ലെന്ന് മാത്രം. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയ ആള്. അടുത്തത് സതീശന്റെ ഒരു കിടിലം പ്രസംഗമാണ്. പിണറായി വിജയന്റെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയല്ല. ചാക്കിന് ഇപ്പൊ കുറച്ച് വിലയുണ്ട്. പഴയ ചാക്കിന് ഇതിനൊരു വിലയില്ല. കാരണം ഒന്നും ചെയ്യില്ല. പറഞ്ഞ ഊക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഇടുക്കിയിൽ എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ഒരാളുണ്ടല്ലോ. 1 2 3 ഇന്നലെ എന്നെ ചീത്ത വിളിച്ചു. കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാന്ന് പറഞ്ഞു. നല്ലതാന്ന് പറഞ്ഞില്ല. എന്റെ ഭാഗ്യം. ആശാനയ്ക്ക് ഉള്ളത് കൊണ്ട് UDFന് ഇത്രയധികം സീറ്റ് കിട്ടി. അദ്ദേഹം തെറി വിളിച്ചു. വോട്ടർമാരെ കൊള്ളരുതാത്തവന്മാര്, ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDFന് വോട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ആശാനെ അവര് കൊള്ളരുതാത്തവന്മാരല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാ. തീർച്ചയായും പെൻഷൻ കാശ് വാങ്ങിച്ച് പോക്കറ്റിലിട്ടതിന് ശേഷം UDFന് വോട്ട് ചെയ്തു. അടുത്തത് സതീശൻ ഭരണത്തിൽ കളിക്കുന്നതാണ്. അപ്പോൾ ഗാലറിയിൽ ഇരുന്ന് ചെന്നിത്തലയും വേണുഗോപാലും അത് കണ്ട് രസിക്കുന്നതാണ്. എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനോട് ഇലക്ഷന് മുമ്പ് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഒരു 110 സീറ്റ് LDFന് വിജയിച്ചു വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് സ്പെഷ്യൽ ക്യാബിനറ്റ് വിലയിരുത്തിയത്. സാറേ, ഇത് 110 സീറ്റ് അല്ല. തോറ്റ് കഴിയുമ്പോൾ ഓടുന്ന വേഗതയുടെ സ്പീഡാണ് 110 കിലോമീറ്റർ. കാരണം ഇനി ഓടുന്ന വഴിയിൽ പുല്ലുപോലും മുളയ്ക്കൂല. അടുത്തത് എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് സതീശൻ മുഖ്യമന്ത്രിയാകുന്ന ദൃശ്യം. ഒരു വശത്ത് പിണറായി വിജയനും മറുവശത്ത് രാജീവ് ചന്ദ്രശേഖറും. രണ്ടുപേരെയും പിന്നിലാക്കിക്കൊണ്ട് സതീശന്റെ വിജയക്കുതിപ്പ്. എന്തായാലും 5 വർഷം മുഖ്യമന്ത്രി വീട്ടിൽ പോയിരിക്കട്ടെ. ആരും കളിയാക്കേണ്ട. UDFും നല്ല ഭരണം കാഴ്ചവെച്ചില്ലെങ്കിൽ വീണ്ടും LDF തിരിച്ചു വരും, ഉറപ്പാണ്. ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമോ?